കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ രഹസ്യമായിട്ടാണെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ വലിയ ആത്മവിശ്വാസം LDFിനുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും ഇതേ ട്രെൻഡ് ഉണ്ടായിരുന്നു. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം. പക്ഷേ അവസാന നിമിഷം LDFിന് പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു, കേവല ഭൂരിപക്ഷം തന്നെ നേടാൻ കഴിയുമെന്ന്. അതവർ കൃത്യം നേടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ ആത്മവിശ്വാസം കുറവാണ് LDFിന്. പക്ഷേ BJP കേന്ദ്രങ്ങളിലും അത്ര കണ്ട് ആത്മവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില രീതിയിലുള്ള വിവാദങ്ങൾ അവരെയും BJPയെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അലട്ടിയിരുന്നു. അതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം പത്തനംതിട്ട UDFിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടത്. അവിടെ പത്തനംതിട്ടയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ടയിലെ 4 മുനിസിപ്പാലിറ്റികളും. അവിടെ പത്തനംതിട്ട നഗരസഭ, ഒപ്പം അടൂർ നഗരസഭ, തിരുവല്ല നഗരസഭ, പന്തളം നഗരസഭ. അവിടെ പന്തളത്ത് BJP ആയിരുന്നു അധികാരത്തിലെത്തിയത് കഴിഞ്ഞ തവണ. അവിടെ ഇത്തവണ തിരിച്ചു പിടിക്കുവാൻ LDFിന് കഴിയുമോ എന്നുള്ളതാണ്. UDFും അവിടെ ഒപ്പത്തിനൊപ്പം പോരാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ BJPയിൽ നിന്ന് LDFിന് പന്തളം നഗരസഭ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അടൂരും LDF വലിയ നേട്ടം നേടിയതാണ്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്തിന് കൃത്യമായ ആ രാഷ്ട്രീയം അറിയാവുന്ന ഇടമാണ്. ശ്രീജിത്ത്, ഞാൻ കോട്ടയത്തേക്ക് വരാം. അതിനു മുമ്പ് ഈ പന്തളം എന്ന അഭിമാന പോരാട്ടം കഴിഞ്ഞ തവണ BJP നടത്തിയ കേരളത്തിലെ 2 നഗരസഭകൾ പാലക്കാടും പന്തളവുമാണല്ലോ. ഈ പന്തളത്തെ ഇത്തവണത്തെ ഒരു ട്രെൻഡ് എന്താണ് ശ്രീജിത്ത്? അവിടെ BJP ആ കോൺഫിഡൻസ്, കഴിഞ്ഞ തവണത്തെ അതേ കോൺഫിഡൻസ് ഇത്തവണ ഉണ്ടോ? എന്താണ് അവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാവുക? സജിത്ത്, കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷം മുൻപ് വരെ പന്തളം നഗരസഭയിൽ വലിയ തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം പുതിയ ചെയർമാൻ വന്ന ശേഷം ഏതാണ്ട് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് BJPയുടെ ഒരു ആത്മവിശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിലനിർത്താൻ കഴിയും. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്രയെങ്കിലും സീറ്റ് പിടിച്ച് ഇത്തവണ നിലനിർത്താൻ കഴിയുമെന്ന് അവർ കരുതുകയാണ്. പക്ഷേ ആ കഴിഞ്ഞ 5 വർഷത്തെ വലിയ പ്രശ്നങ്ങൾ, BJPക്കുള്ളിലുണ്ടായ പ്രശ്നങ്ങൾ ആയുധമാക്കി അവിടെ CPM നിൽക്കുന്നു, ഇപ്പുറത്ത് കോൺഗ്രസുമുണ്ട്. പക്ഷേ കോൺഗ്രസിലെ അടക്കം ചില പ്രമുഖ നേതാക്കൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് KR രവിയെ പോലുള്ള നേതാക്കൾ, അതേപോലെ CPI സ്വതന്ത്രനായി മത്സരിച്ച ആൾ, ഇവരൊക്കെ ഇത്തവണ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു ഭരണം BJP തുടരും എന്ന പ്രതീക്ഷയുടെ ഭാഗമായി ആണ് എന്ന് വേണം കണക്കാക്കാൻ. ഒരു പരിധിവരെ ഈ കഴിഞ്ഞ 3-3.5 കൊല്ലത്തെ വലിയ തർക്കങ്ങൾ അത് BJPക്ക് തിരിച്ചടിയാകുമോ? അവിടെ ടാക്സ് കൂട്ടിയത് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രശ്നമായി മാറുമോ എന്നുള്ള വിഷയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പക്ഷേ സംഘപരിവാറിന് താഴെത്തട്ടിൽ നല്ല ബലമുള്ള സ്ഥലം കൂടിയാണ് പന്തളം. അതുകൊണ്ട് തന്നെ പന്തളം നിലനിർത്തുമെന്നതാണ് BJPയുടെ ഒരു പ്രതീക്ഷ. അത് പന്തളത്തിന്റെ രാഷ്ട്രീയം അതാണ്. ശ്രീജിത്ത്, ഈ മധ്യകേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക് വന്നാൽ ഞങ്ങൾ പറയുമായിരുന്നു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും ക്രൂഷ്യലായ ഫാക്ടറായി മാറുക മധ്യകേരളമാവാം. അത് പലതുകൊണ്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസിൻ്റെ 2 കേരള കോൺഗ്രസുകളുടെയും റിഫ്ലക്ഷൻ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി, അതിനി അങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും. മറ്റൊന്ന്, മധ്യകേരളത്തിലേക്കുള്ള BJPയുടെ, ക്രൈസ്തവ മേഖലയിലേക്കുള്ള BJPയുടെ കടന്നുവരവ് എത്ര കണ്ട് ഉണ്ടാകുമെന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ പല ഫാക്ടറുകളുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം തെക്കൻ ഒരു രീതിയിൽ, വടക്കൻ കേരളം ഒരു രീതി എന്ന് പറയുമ്പോൾ മധ്യകേരളത്തെ നിർണായകമാക്കുന്ന ഘടകങ്ങൾ, അത് കോട്ടയം, പത്തനംതിട്ട, ഒപ്പം ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതിന് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയം ഏത് തരത്തിലായിരിക്കും മധ്യകേരളത്തിൽ? സജിത്ത്, വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യം. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു ഫലമായി ഒരു പക്ഷേ കോട്ടയം ജില്ലയിലെ ഫലം മാറുമെന്ന കാര്യത്തിൽ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകളുടെ ഫലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDFിന്റെ ശക്തി ദുർഗങ്ങളായിരുന്നു ഇവയെല്ലാം. അത് LDFിലേക്ക് മാറിയിട്ട് കുറച്ച് കാലങ്ങളായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തിയിൽ കോട്ടയം ജില്ലയിൽ വലിയ ആധിപത്യം UDFിൽ നിന്ന് LDF കയ്യേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തവണ അത് തുടരുമോ? സജിത്ത്, രാവിലെ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. പാലായിൽ കോൺഗ്രസും കാപ്പനും തമ്മിലുള്ള പ്രശ്നം, കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം, ഇതൊക്കെ വളരെ പ്രകടമായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നൊരു സാഹചര്യമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDFിന്റെ ഒരു പക്ഷേ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ, കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ഫിൽസൺ മാത്യൂസിന്റെ ഒരു പ്രതികരണം
പ്രഖ്യാപനം ഇന്ന് വന്നത് പാല ഒഴികെയുള്ള നഗരസഭകൾ പിടിക്കും എന്നതാണ്. അതായത് പാലായി അവരുടെ കണക്കിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. അതായത് പാല പിടിച്ചെടുത്തുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സ്വതന്ത്ര മുന്നണി 3 പേരെ ബിജു പുളിക്കക്കണ്ടവും ബിനു പുളിക്കക്കണ്ടവും ഒക്കെ രംഗത്ത് വന്നതുൾപ്പെടെ ഈ ഭരണം പിടിക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിരുന്നില്ല. അതിനിടയിലാണ് സ്വന്തം പാളയത്തിലുണ്ടായ പ്രതിസന്ധികൾ അത് UDF ഒരു വലിയ തലവേദനയായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന പ്രതികരണം ചില ജില്ലാ നേതാക്കൾ തന്നെ ഫലത്തിൽ നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പാലായിൽ ഒരു വിജയം UDF ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. പാലാ നഗരസഭ കാലങ്ങളായി UDF നിന്നിരുന്നാണ്. അത് കഴിഞ്ഞ കേരള കോൺഗ്രസ് എമ്മിന്റെ മാറ്റത്തോടെ അത് LDF മാറുന്നു. സജിത്ത്, ആദ്യത്തെ 6 വാർഡുകളിലെ ഫലം എണ്ണുന്നതോടുകൂടി തന്നെ നമുക്ക് ഇതിലൊരു കൃത്യമായ ഏതാണ്ടൊരു പ്രവചനം നടത്താൻ കഴിയും. കാരണം ആദ്യത്തെ 6 വാർഡുകളും കഴിഞ്ഞ തവണ LDF ഭരിച്ച സ്ഥലങ്ങളാണ്. അവിടെ ഒരു സീറ്റ് പിടിച്ചാൽ മത്സരം കട്ടയ്ക്ക് കട്ട എന്ന നിലയിലാണ് UDF വിലയിരുത്തുന്നത്. അതേസമയം ഒന്നിലധികം സീറ്റ്, 2 സീറ്റെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF ഭരണത്തിലേക്ക് എത്തും എന്ന കണക്കാണ് അവിടെയുള്ളത്. പാലാ നഗരസഭയിലെ ഏറ്റവും ആദ്യ വാർഡുകളിൽ 2ാം വാർഡിൽ തന്നെ മുൻ അധ്യക്ഷൻ ഷാജു തുരുത്തൻ മത്സരിക്കുന്നുണ്ട്. 1ാം വാർഡിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരമാണ് ഫലത്തിൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ പാലയുടെ ഒരു ജനവിധി ട്രെൻഡ് എന്ന് ഏതാണ്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തും. ശരിയാണ്. കോട്ടയത്ത് പാല ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 6 മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് പാലാ നഗരസഭയാണ്. അതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഇത്തവണത്തെയും സാന്നിധ്യമാണ്. തൃശ്ശൂരിലേക്ക് പോവുകയാണ്. ടോം കുര്യാക്കോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോം, തൃശ്ശൂരിൽ ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ഒക്കെ പ്രധാനമാണെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷനാണല്ലോ ശ്രദ്ധാകേന്ദ്രം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തെല്ലാം വിലയിരുത്തലുകൾ വരുന്നുണ്ട്? അതോടൊപ്പം തന്നെ എത്ര മണിയോടുകൂടി തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണം ആർക്കാണ് എന്നതിൽ ഒരു അന്തിമ വിലയിരുത്തൽ നമുക്ക് നടത്താൻ കഴിയും? എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ. പ്രത്യേകിച്ചും കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന 2 കോർപ്പറേഷനിൽ ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രം, 6 വാർഡുകൾ മാത്രം പിടിച്ചെടുക്കാൻ കഴിഞ്ഞ BJP ഇത്തവണ ചില അട്ടിമറികൾ നടത്തുമെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ BJP അക്കൗണ്ട് തുറന്ന ആ ഒരു ആത്മവിശ്വാസമാണ് BJPക്ക് ഇത്തവണ തൃശ്ശൂരിലുള്ളത്. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ 2 തവണ തുടർച്ചയായി നഗരസഭാ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിന് ഇത്തവണ നഗരസഭ ഭരണം തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി പരമാവധി താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനമായിരുന്നു തുടക്കം മുതൽ കണ്ടത്. ഇടതുപക്ഷം ഭയപ്പെടുന്നതും അതുതന്നെയാണ്. കാരണം ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാലും BJP വലിയ മേൽക്കൈ നേടിയ ഒരു മേഖലയാണ് നഗരസഭ പരിധി. അതുകൊണ്ട് തന്നെ ചില അട്ടിമറികൾ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ കോൺഗ്രസ് ചില പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പൊതുവെ അതിന് ചിത്രം പരിശോധിച്ച് നോക്കിയാൽ 2015 മുതലാണ് ഈ തൃശ്ശൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം മാറുന്നത്. അതായത് BJP അതിശക്തമായി പല മേഖലകളിലേക്കും കടന്നു കയറുന്നു. കോൺഗ്രസ് വലിയ സ്വാധീനമുണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലയിൽ വലിയ അട്ടിമറികൾ സംഭവിക്കുന്നു. അങ്ങനെ BJPയുടെ സ്വാധീനത്തിൽ കോൺഗ്രസിനുണ്ടായ തകർച്ചയാണ് അത് ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്.